വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ജ്വല്ലറീസ് ആണ്. ഇതൊക്കെ നമുക്ക് ഫാൻസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കുറച്ച് ജ്വല്ലറീസ് ആണ്. നമുക്കിപ്പോൾ ട്രിപ്പിന് പോകുമ്പോഴോ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എപ്പോഴും ഗോൾഡൊന്നും ഇട്ട് നടക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ കളക്ഷൻസ് ആണിത്. സോ ഫസ്റ്റ് വൺ ഒരു ഫ്ലോറൽ ഇയറിംഗ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിന് വേറെ കളേഴ്സിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ കളറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഒരു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ പീച്ച് കളറിലാണ് വരുന്നത്. ഇതിൻ്റെ ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ക്ലോഷറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സെയിം തീം തന്നെ, അതായത് സെയിം ഫ്ലോറൽ ഡിസൈനിൽ തന്നെ വരുന്ന ഇയറിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ, ഈ ഒരു ബ്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കോപ്പർ ബ്ലൂ കളറാണ് വരുന്നത്. രണ്ടിൻ്റെയും നടുക്കത്തെ മുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ കളറിലാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ രണ്ട് ഇയറിങ്സും നല്ല ഇഷ്ടമായി. സെയിം ബ്രാൻഡിൻ്റെയാണ് രണ്ട് ഇയറിങ്സും വരുന്നത്. പോരാത്തതിന് ഇത് ഞാൻ മിന്ത്രയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇയറിംഗ് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള സ്റ്റഡ് ഇയറിങ്സ് ആണിത്. ചെറിയ സ്റ്റഡ് ഇയറിങ്സും ഉണ്ട്, പക്ഷേ ഇത് കുറച്ച് നല്ല ഹെവി ആയിട്ട് കിടക്കുന്ന ഒരു സ്റ്റഡ് ഇയറിങ്സ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജീൻസിൻ്റെ കൂടെയും സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ചുരിദാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. നെക്സ്റ്റ് വൺ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതൊരു ഗോൾഡൻ എംബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം അത്യാവശ്യം നമുക്കൊരു എന്താ പറയുക, ഫംഗ്ഷന് പോകുമ്പോൾ വേണേലും നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ട്രിപ്പിന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും ട്രാവലിന് പോകുന്ന സമയത്തൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വരുന്നത്, പക്ഷേ ഫുൾ വൈറ്റ് കളറിലാണ് വരുന്നത്. അപ്പോൾ ബ്രേസ്ലെറ്റ് മാത്രമല്ല, നമുക്കതിൻ്റെ കൂടെ ഇങ്ങനെ നെക്ലേസും കൂടി സെയിം മോഡലിൽ അവൈലബിൾ ആണ്. ഒരു കോംബോ പാക്കായിട്ട് വരുന്നത്, അതായത് ബ്രേസ്ലെറ്റും ഉണ്ട്, സെയിം മോഡൽ തന്നെ നെക്ലേസും വരുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ചെയിൻ ആണെങ്കിലും അങ്ങനെ വലിയ തടിയൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായി കിടക്കുന്ന ചെയിനാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഫ്ലോറൽ ഡിസൈൻ ആണെങ്കിലും ജസ്റ്റ് താഴോട്ട് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഓവറായിട്ട് ഫുള്ളായിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്കിത് അത്യാവശ്യം ഇഷ്ടമായി. നമുക്കങ്ങനെ വെയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇറിറ്റേഷൻസോ അങ്ങനത്തെ ഫീലിംഗ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ കളറാണെങ്കിലും അത്യാവശ്യം നല്ല പോളിഷിങ് തന്നെയാണ് ഇതിൻ്റെ കളറ് വരുന്നത്. പിന്നെ ഇതിന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ലെങ്ത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഒരു ഹുക്ക് ഓപ്പണിംഗ് ക്ലോഷറാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം, എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു കളക്ഷൻ തന്നെയാണിത്. അതേ സെയിം മോഡൽ തന്നെ, പക്ഷേ അതിൻ്റെ ബ്ലാക്ക് കളറിലാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് വരുന്നത്. കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് നെക്ലേസ് ആണെന്ന്, പക്ഷേ ഇത് ബ്രേസ്ലെറ്റ് ആണ്. ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ്. പിന്നെ ഇതും ഒരു ഗോൾഡൻ എംബ്ലിഷ്ഡ് ആണ്. സോ മുന്നത്തേക്കാളും ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ ബീഡ്സ് പോകുന്നുണ്ട്. ആൻഡ് നല്ല പ്രോപ്പർ ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഫ്ലോറലിൻ്റെ കളർ വരുന്നത്. അപ്പോൾ 3 ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത്. അത് കൂടാതെ ഗോൾഡൻ എന്താ പറയുക, ഗോൾഡൻ മുത്ത് പോലത്തെ ഡിസൈനും കൂടി വരുന്നുണ്ട്. അപ്പോൾ എനിക്കിതും ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്കിപ്പം അത്യാവശ്യം ഫംഗ്ഷന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യാം. സെയിം പോലെ തന്നെ മറ്റേ ബ്രേസ്ലെറ്റും സെയിം ഒരു ഇതാണ്, കുറച്ചും കൂടി സിമ്പിളായിട്ട് വരും. ഇതൊരു നെക്ലേസ് ആണ്, ഒരു ഈവൽ ഐ മോഡലിൽ വരുന്ന നെക്ലേസ് ആണ്. ഇത് കുറച്ച് നല്ലൊരു വെറൈറ്റിയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഈവൽ ഐ ഒരു കണ്ണില്ലാത്തത് കൊണ്ട്, പിന്നെ നല്ല ഫുൾ എന്താ പറയുക സ്റ്റോൺ സ്റ്റഡഡ് ആയിട്ടുള്ള ഈവൽ ഐ നമുക്ക് കാണാൻ പറ്റും. ബ്ലൂ സ്റ്റോൺസ് ആണ് ഐൻ്റെ അവിടെ വരുന്നത്. അത് കൂടാതെ സൈഡിൽ ഇങ്ങനെ 3 ബ്ലൂ സ്റ്റോൺസും വരുന്നുണ്ട്. ഇതിലേത് ഐറ്റമാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.